ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതൽ നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. തീഷ്ണതയോട് നിന്ന ഏലിയാവിനെ മനസ്സിനെ തകർത്തിച്ച് കുഴപ്പത്തിലാക്കി മരിക്കണം എന്ന പദം വരെ പറയത്തക്ക നിലവാരത്തിലാക്കിയെങ്കിൽ സാത്താൻ വിചാരിച്ച് അവൻ സ്വയം ആത്മഹത്യ ചെയ്യും. ഇനി അവൻ്റെ ഒരു കാര്യവും ഈ ഭൂമി നടക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ സാത്താൻ അറിയാത്ത ഒരു സംഭവം അവിടെ ഉണ്ടായി. ഏലിയാവ് ആത്മഹത്യക്കല്ല പോയി. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നു. സ്തോത്രം, ദൈവത്തിന് മഹത്വം. പക്ഷെ തിരുവചനം പറയുന്നു, അവനെ ബലപ്പെടുത്താൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റർമാരോടും വിശ്വാസികളോടും പറയുന്നു, നിൻ്റെ നേരെ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രതികൂലങ്ങളും ഓരോ ആപത്തുകളും നിൻ്റെ മനസ്സിനെ കുഴപ്പിക്കുമ്പോൾ നീ അറിയാതെ, സ്തോത്രം ദൈവത്തിന് മഹത്വം, നീ അറിയാതെ നിൻ്റെ അകത്തൊരു ബലം തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു യേശു ഉണ്ടെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിനെ ഉടയ്ക്കുക, ചിന്തകളെ ഉടയ്ക്കുക, സ്തോത്രം, വിശ്വാസത്തെ ഉടയ്ക്കുക. ഇതുവരെയും പ്രാർത്ഥിച്ചത്, ഇതുവരെയും സംഭവിച്ചത്, ഇതെന്തോ ഇതിങ്ങനെ അങ്ങനെ, നോ. ദൈവത്തിന് നിന്നെ വേണം. സ്തോത്രം, ദൈവത്തിന് നിങ്ങളെ വേണം. നിങ്ങൾ ആ വചനം പഠിച്ചു നോക്കുക. ഏലിയാവ് അത്രമാത്രം പ്രശ്നങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് അത്രമാത്രം തീയുടെ ആഴങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൂതനെ അയച്ചു. ഒരു മനുഷ്യനെ അയച്ച് സംസാരിക്കുന്നില്ല. എന്തിന്? ഒരു മനുഷ്യനെ അയച്ചു കഴിഞ്ഞാൽ അവൻ ആ തീക്കകത്ത് ഒരു 10,000 മടങ്ങ് തീ കൊണ്ടിട്ട് തരും. ഇപ്പം നമ്മളിങ്ങനെയാണ്, നമ്മളുടെ നേരെ, നമ്മുടെ സഭയുടെ നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള കൂട്ടുകാരെ, വിശ്വാസമുള്ള പാസ്റ്റേഴ്സിനെ വിളിച്ച് സംസാരിക്കും. തെറ്റല്ല, നല്ല കാര്യം. പക്ഷേ അവരിൽ നിന്നും ഒരു ഭയത്തിൻ്റെ വാക്കാണ് നിങ്ങൾക്ക് കേൾക്കുന്നെങ്കിൽ അതിനകത്ത് നിങ്ങൾ കുരുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. സ്തോത്രം. ഇവിടെ ഏലിയാവ്, സ്തോത്രം, ആ ഭക്ഷണം കഴിച്ചു വെച്ചും, നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഭക്ഷണം കണ്ടിട്ട് ഏലിയാവ് അവിടെ കിടന്നെന്നാണ് പറയുന്നത്. അത് കണ്ടു. ആത്മീയമായുള്ള ഭക്ഷണം, ആത്മീയമായുള്ള വചനം, ആത്മീയമായുള്ള പ്രാർത്ഥന, അഭിഷേകം നിങ്ങളിലുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ നിങ്ങളെ നേരിടുമ്പോൾ ഈ അഭിഷേകത്തെ നിങ്ങൾ മറക്കുന്നു. എൻ്റെ അനുഭവം ഒരുപാടുണ്ട്. അവിടേക്ക് എന്നെ പിടിച്ചു നിർത്തിയത് ദൈവവചനം തന്നെയാണ്. സ്തോത്രം. ഏലിയാവ് അത് കണ്ടു. ആ ഭക്ഷണം ഇങ്ങനെ നോക്കി, കണ്ടു, കിടന്നു. പിന്നെയും തട്ടേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നത്തേതിൽ ഏലിയാവ് പറയുന്നത് എല്ലാം തന്നെക്കുറിച്ച് തന്നെയാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എലീശായെ അഭിഷേകം ചെയ്യണം, നിനക്ക് പകരം. കണ്ട, നിനക്ക് പകരം. പക്ഷേ ഇസബേൽ ഏലിയാവിനെ കൊന്നു. അതാണ് എൻ്റെ ചോദ്യം. ഇസബേലിന് ഏലിയാവിൻ്റെ ഒരു രോമത്തിൽ പിടിക്കാൻ പറ്റിയോ? ഇല്ല. എൻ്റെ അർത്ഥം, ഇസബേൽ നിങ്ങളുടെ സഭയെ നോക്കി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി തന്നെയാണ്. അഭിഷിക്തനെ, നിൻ്റെ മേലൊരു തീയുണ്ട്, നീ എണീറ്റ് പ്രകാശിച്ചാൽ മതി. ഭയന്നിരിക്കല്ലേ. ആരെയും നിങ്ങൾ ആശ്രയിക്കരുത്. ഈ പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലും ആശ്രയിക്കരുത്. നിങ്ങളും ദൈവവുമായിട്ട് ആഴത്തിൽ ഈ വിഷയത്തിനകത്ത് ഇറങ്ങണം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതിനെ ജയിച്ച് ക്രൂശിൽ ജയാളിയായ ഒരു യേശുവിൻ്റെ അടുക്കൽ നീ വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ പവർ നിൻ്റെ മേൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പവർ നിൻ്റെ മേൽ വ്യാപരിക്കും. സ്തോത്രം. നിങ്ങളിവിടെ നോക്ക്, ഏലിയാവിൻ്റെ തലയെ ഞാൻ വെട്ടിയെടുക്കുമെന്നാണ് പറഞ്ഞ. അവൻ്റെ ഒരു 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 എന്തോ പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഡ്രസ്സിൽ തൊടാൻ അവർക്ക് പറ്റിയില്ല. കാരണം ഏലിയാവിനെ നിർത്തിയ ദൈവം അവന് ചുറ്റും വേലി കെട്ടിക്കളഞ്ഞു. നമുക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. നമ്മളെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഭയപ്പെടരുത്. നീ പ്രാർത്ഥിക്കുക. നീ ജയിച്ചിരിക്കും. ഒരു മാറ്റവും ഇല്ല. ഉറപ്പായിട്ടും പറയാം. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞില്ലേ? യൂദ ഒറ്റയ്ക്ക് കൊടുത്തില്ലേ? ഇതെല്ലാം കൊണ്ട് യേശു കർത്താവ് തൻ്റെ പിതാവാം ദൈവം കൊടുത്ത ആ വലിയ സ്തോത്രം വിടുതൽ നടത്താതെ പോയ. ക്രൂശിൽ കയറണം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ തന്നെ കയറി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എൻ്റെ അർത്ഥം? നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം നോക്കുക.
തോക്കാനാണോ ജയിക്കാനാണോ? അകത്തെ കണ്ണ് തുറക്കണം. എലീഷ ഒരു കൃഷിക്കാരനാണ്. പിന്നത്തതിൽ ലോകമറിയപ്പെടുന്ന ഒരു പ്രവാചകനാക്കിയില്ലേ ദൈവം? എലീഷ അറിയുന്നുണ്ടോ? എലീഷയെ തിരഞ്ഞെടുത്തത് ആരാ? ഏലിയാവാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആ വചനങ്ങൾ വായിച്ചു നോക്കണം. 19-ാം അധ്യായം 1 രാജാക്കന്മാർ. അതിൽ പറയുന്നത് എലീഷ കൃഷിക്കാരനാണ്. എലീഷ, ഹല്ലേലൂയ, എലീഷ കൃഷിക്കാരനാണ്. ആ കൃഷിക്കാരൻ ഇപ്പോൾ ആരായി മാറി? അങ്ങനെ 24 അവേഴ്സും സ്തോത്രം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഏഗസി കൂടെ ഉണ്ടായിരുന്നല്ലോ, വേറൊരു ഭൃത്യൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. അരാമ്യൻ സൈന്യം വരുമ്പോൾ സ്തോത്രം തൻ്റെ കണ്ണടഞ്ഞു പോയി. എലീഷ പറഞ്ഞു, എൻ്റെ കൂടെ നിന്ന് ഒരുത്തോണ്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേ, അകത്തെ കണ്ണ് തുറന്നേ പറ്റൂ. അകത്തെ കണ്ണാണ് പാസ്റ്റേഴ്സിന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നത്. ഈ കണ്ണല്ല, അകത്തെ കണ്ണ്. അകത്തെ കണ്ണാണ് പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകുന്നത്. അതിനെ തെറ്റിക്കത്തക്ക നിലവാരത്തിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ, നീ അത് പൊട്ടിച്ചു കളഞ്ഞേ പറ്റൂ. ശിംശോനെ പിടിച്ചു കെട്ടിയില്ലേ, ചണനൂല് അത് കത്തിപ്പോയി എന്നാണ് വചനം പറയുന്നത്. അഭിഷേകം ഇറങ്ങിയപ്പോൾ ഇതിൽ കേൾക്കുന്ന നിങ്ങളോട് പറയണം, പരിശുദ്ധാത്മാവിൻ്റെ തീ നിൻ്റെ മേൽ വരാൻ പോകുന്നു. നിൻ്റെ സഭയ്ക്കൊരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വാക്കുകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം വായിക്കേ, വിശ്വസിക്കേ. സ്തോത്രം. ആമേൻ.